നമ്മുടെ കുഞ്ഞുമക്കളുടെ കയ്യിൽ എന്താണ്? ലേസ്. ഇതെല്ലാം ജൂതപരിശകൾ അവർ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവനും പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ ആക്രമിക്കുന്നതിന്റെ ആയുധങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നത് അല്ലാഹു നമുക്ക് തന്ന വലിയ പരീക്ഷണമാണ്. പക്ഷേ ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും നമ്മൾ അവരോട് ഐക്യപ്പെട്ടില്ലെങ്കിൽ, ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും നമ്മൾ ഫലസ്തീൻ മക്കളോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നമ്മൾ വിടുമെന്ന്, നമ്മളെ പരലോകത്ത് രക്ഷപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. അതങ്ങ് ഫലസ്തീനിലല്ലേ, ഇത് നമ്മളിങ്ങ് താഹാമുക്കിലല്ലേ എന്ന് ചോദിച്ചാൽ അതൊന്നും ഒരു കാര്യമല്ല. താഹാമുക്കും ഫലസ്തീനും ഒക്കെ ഉണ്ടാക്കിയത് നമ്മളാണ്, അല്ലേ? അപ്പുറത്തെ മഹലിന്റെ പരിധി, ഈ വീട് അപ്പുറത്തെ മഹലാണ്, ഈ വീട് ഇപ്പുറത്തെ മഹലെന്ന് അള്ളാഹ് ഖുർആനിലൂടെ പറഞ്ഞല്ലോ. ഇതൊക്കെ നമ്മൾ വെച്ചല്ലേ? ഇത് നമ്മൾ വെച്ചതാണ്. ചില പള്ളികളുടെ ബാത്റൂം കേരളത്തിലും പള്ളി തമിഴ്നാട്ടിലുമാണ്. നേരിടേണ്ടി വരുമെന്ന ഇപ്പൊ നമുക്ക് നൽകിയ ഏറ്റവും വലിയ പരീക്ഷണം. അള്ളാഹു ഫലസ്തീന്റെ മക്കൾക്ക് സമാധാനം കൊടുക്കട്ടെ. നമുക്ക് ലാസ്റ്റ് നന്നായിട്ടൊരു ദുആ ചെയ്യണം, ആത്മാർത്ഥ സമാധാനം കൊടുക്കട്ടെ. നമുക്ക് ലാസ്റ്റ് നന്നായിട്ടൊരു ദുആ ചെയ്യണം, ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുആരക്കണം. ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ഫലസ്തീന്റെ മക്കൾക്കും ഇസ്രായേലിന്റെ അധപ്പതനത്തിനും വേണ്ടി ദുആരക്കണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് മാതൃകയാകാൻ, നബിതങ്ങളെ എപ്പോഴും നമുക്ക് മാതൃകയാക്കാൻ 3 കൂട്ടം ആളുകളിൽ നമ്മൾ ചേരണം, അല്ലെങ്കിൽ 3 ക്വാളിറ്റി നമുക്ക് ഉണ്ടാകണം. അതിൽ ഒന്നാമത്തേത്, ശ്രദ്ധയോടെ കേൾക്കണേ, അതിൽ ഒന്നാമത്തേത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, പ്രവാചകരിൽ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറയുമ്പോൾ ആരെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ നബിതങ്ങളെ മാതൃകാ പുരുഷനായി അംഗീകരിക്കപ്പെടുന്ന, ആ നബിതങ്ങളെ ഫോളോ ചെയ്യുന്ന, അക്ഷരം പ്രതി അനുധാവനം ചെയ്യുന്ന ഒരു അനുയായിയുടെ ക്വാളിറ്റിയിൽ 3 ഒന്നാമത്തതല്ല പറഞ്ഞതെന്തെന്നറിയോ? ലിമൻ കാന യർജുല്ലാഹ്, പടച്ചതമ്പുരാനിൽ നല്ല പ്രതീക്ഷ വേണം ആളുകൾക്ക്, അള്ളാഹുവിന് നല്ല പ്രതീക്ഷ വേണം, പടച്ചതമ്പുരാൻ എന്നെ കൈവിടൂല എന്ന പ്രതീക്ഷ വേണം. സഹോദരങ്ങളെ, നമുക്കിന്നില്ലല്ലോ ആ ഒരു പ്രതീക്ഷ. നമ്മുടെ ജീവിതത്തിൽ അസ്തമിച്ചു പോയില്ലേ? അള്ളാഹു നമ്മളിൽ എപ്പോഴും സംപ്രീതനാണ്, അള്ളാഹു സംതൃപ്തനാണ്. ഏത് പരീക്ഷണങ്ങൾ വന്നാലും പടച്ചവൻ എന്നെ കൈയൊഴിയില്ല എന്ന ഒരു ചങ്കൂറ്റം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ? അള്ളാഹു നമ്മളെ കൈയൊഴിയൂല എന്ന നമ്മളെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലുണ്ടോ? എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ള നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്നതാണ്. നിന്റെ നടത്തത്തിലും നിന്റെ പിടുത്തത്തിലും നിന്റെ ഓട്ടത്തിലും നിന്റെ കരച്ചിലും നിന്റെ ചിരിയിലും നിന്റെ വ്യക്തി ജീവിതത്തിലും നിന്റെ കുടുംബ ജീവിതത്തിലും നിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും നിന്റെ സാംസ്കാരിക ജീവിതത്തിലും നിന്റെ സാമുദായ ജീവിതത്തിലുമെല്ലാം റസൂല് കടന്നു വരുന്നതാ. പക്ഷേ നിനക്കുണ്ടാകേണ്ട ക്വാളിറ്റി എന്താണ്? ഒന്നാമത്തേത്, ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിൽ നിനക്ക് നല്ല പ്രതീക്ഷയുണ്ടാകണം, പടച്ചവനിൽ നല്ല പ്രതീക്ഷ നിനക്കുണ്ടാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വലിയ വിലപിടിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ, ആ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നമ്മൾ ആരെ തളർന്നു പോകാൻ പാടില്ല, നമ്മൾ തകർന്നു പോകാൻ പാടില്ല. ഇല്ല, എന്നെ നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് എനിക്ക് തിരിച്ചു കൊണ്ട് തരാൻ കഴിവുള്ളവനാണ് പടച്ച റബ്ബ്. ആ ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഒരിക്കലും അല്ലാഹുവിൽ നിന്നോ മഹാനായ സയ്യിദുനാ യാഖൂബ് നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പ്രാണനായ പൊന്നുമോന് യൂസുഫ് നബി അലൈഹിസ്സലാം നഷ്ടപ്പെടുമ്പോ, യൂസുഫ് എന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ വിയോഗത്തില് ഒരു പിതാവ് കരഞ്ഞ് 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 അവസാന കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തു പോവുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകത്തെവിടെയെല്ലാം ആരെല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്? വാപ്പ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ മക്കളുടെ കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയ ആരെങ്കിലും ഈ താഹാമുക്കിലുണ്ടോ? മക്കൾ മരിച്ചു പോയതിന്റെ പേരിൽ വാപ്പയും ഉമ്മയെ കരഞ്ഞിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ആരെങ്കിലും ഈ അയത്തിലോ താഹാമുക്കിലോ കണ്ണനല്ലൂരോ ഉണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ വിയോഗത്തില്, തിരിച്ചു ഭർത്താവിന്റെ വേർപാടില് കരഞ്ഞ് കരഞ്ഞ് ഏറെ ദമ്പതിമാരുടെ കണ്ണാണ് വെളുത്തുപോയത്? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ യൂസുഫ് എന്ന പൊന്നുമോന്റെ വിയോഗത്തിൽ യാക്കൂബ് എന്ന വാപ്പ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ അവസാനം അല്ല പറഞ്ഞല്ലോ,
രണ്ട് കണ്ണുകളും അതാ വെളുത്തു പോവുകയാണ്. രണ്ട് കൃഷ്ണമണികളും വെളുത്തിട്ട് കണ്ണിന്റെ കാഴ്ച മുഴുവനും നഷ്ടപ്പെട്ടു പോയി. യൂസുഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ തേടിക്കൊണ്ട പിതാവിന്റെ ശിഷ്ടകാലം ജീവിക്കുകയാണ്. എപ്പോഴും ചോദിക്കുന്ന പൊന്നുമക്കളെ, എന്റെ യൂസുഫിനെ നിങ്ങൾ അന്വേഷിച്ചു വരുവോ? ആ സമയത്താണ് സഹോദരങ്ങൾ അഥവാ യാക്കോബ് നബിയുടെ മക്കൾ പറയുന്നു, വാപ്പാ ഞങ്ങളുടെ കൺമുമ്പിലല്ലേ ഞങ്ങളുടെ കുഞ്ഞനുജനങ്ങയുടെ പൊന്നുമോന് യൂസുഫിനെ ചെന്നായ പിടിച്ചത്, ഞങ്ങളുടെ കൺമുമ്പിലിട്ടല്ലേ ചെന്നായ കടിച്ചു കീറി കൊന്നത്. അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോന് ഞങ്ങളുടെ കുഞ്ഞനുജനെ ശരീരത്തിൽ ചെന്നായ കടിച്ചു കീറിയിട്ട് ആ രക്തം പുരണ്ട കമീസ് നിങ്ങളെ കൈവശം ഞങ്ങൾ കൊണ്ടു തന്നില്ലേ? എന്നിട്ട് നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും യൂസുഫിനെ പറ്റി ആലോചിച്ച് ജീവിതം നശിപ്പിക്കുകയാണോ? ആ സമയത്ത് യാക്കോബ് എന്ന ഉപ്പ തളരുന്നില്ല. യാക്കോബ് എന്ന് പറയുന്ന പിതാവ് പറയുന്നു, പൊന്നുമക്കളെ ലാ തയഅസൂ മിൻ റൗഹില്ലാ, പടച്ചവന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടല്ലേ. നിങ്ങൾ പോകൂ മക്കളെ, അന്വേഷിക്കൂ മക്കളെ, ഉൾക്കാടുകളിൽ ചെന്ന് നോക്കൂ എന്റെ മോനെ, നഗരങ്ങളിൽ നിങ്ങൾ പോയി നോക്കൂ മക്കളെ എന്റെ പ്രിയപ്പെട്ട യൂസുഫിനെ. പ്രിയപ്പെട്ടവരെ, മക്കള് പറയുന്നു, വാപ്പാ ഞങ്ങൾ ലൈവായിട്ട് കണ്ടതാണ് അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊല്ലപ്പെടുന്നത്. പക്ഷേ ഇനിയും നിങ്ങൾ ആ മകനെ അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറയുമ്പോൾ ആ വാപ്പ ഉറച്ച നിലപാടാണ്. ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ കാഫിറൂൻ, സത്യനിഷേധികളല്ലാതെ പടച്ചവന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടില്ല. അതുകൊണ്ട് വീട്ടിൽ അടങ്ങിയിരിക്കാതെ ഇറങ്ങൂ മക്കളെ, എന്നിട്ട് നിങ്ങൾ പോകൂ മക്കളെ, എന്റെ യൂസുഫിനെ നിങ്ങൾ അന്വേഷിച്ചു വരൂ എന്ന് പ്രിയപ്പെട്ട യാക്കോബ് നബി അലൈഹിസ്സലാം പറയുമ്പോൾ യാക്കോബ് നബി പറയുന്നൊരു വാക്കുണ്ട്, ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, പടച്ചവനെ എന്റെ സങ്കടത്തിന്റെ മുഴുവന് ഭാണ്ഡക്കെട്ടും നിന്റെ മുന്നിൽ ഞാൻ ഇറക്കി വെക്കുകയാ. യാക്കോബ് നബിയുടെ സങ്കടങ്ങളെല്ലാം പടച്ചവനോട് ഏറ്റുപറയുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മക്കളെ അന്വേഷണത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ യൂസുഫ് എന്ന പൊന്നുമോനെ അല്ലാഹു തിരിച്ചു കൊടുക്കുകയാ. എപ്പോഴാ യൂസുഫ് എന്ന പൊന്നുമോനെ അല്ല തിരിച്ചു കൊടുത്തതെന്നറിയോ? ആഖിറത്തിലല്ല, ദുനിയാവിൽ തന്നെ മടക്കി കൊടുത്തു. ഏതോ ഒരു ചെറിയ കാടിന്റെ ഉള്ളിൽ ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടതായ ഒരു പാറയിൽ ഒളിച്ചിരുന്ന യൂസുഫ് നബി എന്ന പ്രിയപ്പെട്ട ബാലനായിട്ടല്ല യാക്കോബ് നബിക്ക് അല്ല തിരിച്ചു കൊടുത്തത്. ഈജിപ്തിന്റെ അധികാരിയായിട്ട് അല്ലാഹു യൂസുഫ് നബിയെ തിരിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യാക്കോബ് നബിയുടെ സങ്കടവും യാക്കോബ് നബിയുടെ എല്ലാ അർപ്പണവും യാക്കോബ് നബിയുടെ പ്രതീക്ഷയുടെയും ഇടയില് യാക്കോബ് നബിക്ക് യൂസുഫ് എന്ന പൊന്നുമോനെ തിരിച്ചു കിട്ടിയതിന്റെയും ഇടയില് എത്ര വർഷം എടുത്തെന്നറിയോ? 40 ആവാ, 40 വർഷം. 40 വർഷം. നിങ്ങൾക്ക് മനസ്സിലായ? യാക്കോബ് നബി മക്കളോട് പറയുന്നു, മക്കളെ നിങ്ങൾ പോയി യൂസുഫിനെ അന്വേഷിച്ചു വാ. എന്താ വാപ്പ നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങളെ കുഞ്ഞനുജൻ ഞങ്ങളെ കയ്യില് ഞങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ചെന്നായ പിടിച്ചത്. അത് കള്ളമാണെന്നും ആ ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം. അറിയുമല്ലോ. യൂസുഫ് നബിയുടെ സഹോദരങ്ങൾ ചതിയിലൂടെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കുപ്പായം അഴിച്ചെടുത്തിട്ട് ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തം പുരട്ടി വാപ്പാടെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു യൂസുഫിനെ ചെന്നായ പിടിച്ചു, അതിന്റെ രക്തമാണെന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വിയോഗത്തിൽ വാപ്പയുടെ കണ്ണിന്റെ കാഴ്ച പോയി. വാപ്പ മക്കളോട് എന്നും പറയും, നേരം വെളുക്കുമ്പോ, മക്കളെ നിങ്ങൾ പോയി അന്വേഷിക്കടാ. വാപ്പാ നിങ്ങളോടല്ലേ പറഞ്ഞത് നമ്മുടെ കുഞ്ഞനുജൻ മരിച്ചുപോയി എന്ന്. എന്നാലും മക്കളെ നിങ്ങൾ നിരാശപ്പെടല്ലേ, നിങ്ങൾ പോയാ മതി, അള്ളാഹു തരും നിങ്ങൾക്ക്. എന്റെ സങ്കടങ്ങളൊക്കെ ഞാൻ റബ്ബിനെ ഏൽപ്പിക്കുകയാണ്. ഈ അർപ്പണബോധവും യൂസുഫ് നബിയെ തിരിച്ചു കിട്ടിയതിന്റെയും ഇടയിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, നീണ്ട 4 പതിറ്റാണ്ട് 40 വർഷമെടുത്തു യൂസുഫ് നബിയെ തിരിച്ചു കൊടുക്കാൻ. നമ്മൾ താഹാമുക്കിലെ പള്ളിയിൽ വന്നിട്ട് ജുമയ്ക്ക് വന്നിട്ട് ഉസ്താദിന്റെ കയ്യിൽ, മദനിയുടെ കയ്യിൽ 100 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഒരു വിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ദുആരക്കണം. ഉസ്താദ് വെള്ളിയാഴ്ച ദുആരെന്ന്. വിസയുടെ വിവരം അദ്ദേഹത്തിന് കിട്ടുന്ന സമയം കഴിഞ്ഞിട്ടും വിവരം കിട്ടുന്നില്ല. പിറ്റേ വെള്ളിയാഴ്ച വന്നു, 100 രൂപ വീണ്ടും കൊടുത്തിട്ട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വിസ ശരിയായിട്ടില്ല, നിങ്ങൾ ഒന്നുകൂടെ ദുആരക്കണം, ഒന്ന് കടുപ്പിച്ചേക്കാൻ പറഞ്ഞു ദുആ. അങ്ങനെ 100 രൂപ വീണ്ടും കൊടുത്തു, ഉസ്താദ് കടുപ്പിച്ചു ദുആ.
ആ ആഴ്ചയും വിസ ഒന്നും ശരിയായില്ല. മൂന്നാമത്തെ വെള്ളിയാഴ്ച വീണ്ടും വന്ന് 100 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ ദുആ അങ്ങോട്ട് ഫലിക്കുന്നില്ലല്ലോ, നന്നായിട്ടൊന്ന് ദുആ ഇറക്കണം, എനിക്ക് ഗൾഫിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് 100 രൂപ വീണ്ടും കൊണ്ട് കൊടുത്തു. ഉസ്താദ് ദുആ ഇരുന്നു, വിസ കിട്ടിയില്ല. നാലാമത്തെ വെള്ളിയാഴ്ച ഇയാളോട് കമ്മിറ്റിക്കാർ ചോദിക്കണം 100 രൂപ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും ഒരു കാര്യമില്ല, പള്ളിക്ക് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ദുആ ചെയ്യിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ദുആയിലൊന്നും ഒരു കാര്യമില്ല. കാരണം എന്താ? അള്ളാഹു സ്വീകരിക്കൂല, ഒരു പ്രതീക്ഷയും വേണ്ട. വിസയുടെ വിഷയത്തിൽ കേവലം 300 രൂപ കൊടുത്തിട്ട് 3 ആഴ്ച 21 ദിവസം കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്കില്ലാത്ത നമ്മൾ എന്ത് പ്രതീക്ഷയാ പടച്ചോനിൽ വെക്കുന്നത്? 40 കൊല്ലം യാക്കൂബ് നബി കാത്തിരുന്നു. ഈ 40 കൊല്ലത്തിനിടയിൽ മക്കൾ വന്നിട്ട് പറയാണ്, വാപ്പ ഞങ്ങൾ കണ്ടതല്ലേ യൂസുഫിനെ ചെന്നായ പിടിച്ചത്. അപ്പോഴും വാപ്പ പറയുന്നു, എടാ നിരാശപ്പെടുന്നതൊക്കെ കാഫിരിങ്ങൾ, അങ്ങൾ പോയി നോക്കടാ. മക്കൾ നോക്കാറങ്ങുമ്പോ ഇരുന്ന് ദുആരക്കും, ഹുസ്നി ഇലല്ലാ, എന്റെ സങ്കടങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കാ തമ്പുരാനെ. പ്രതീക്ഷ വിട്ടില്ല, പ്രതീക്ഷ വിടാതിരുന്നു. 40 കൊല്ലം കഴിഞ്ഞ് മോനെ തിരിച്ചു കൊടുത്തു. അള്ളാഹ്ക്ക് എന്താ കഴിവില്ലേ? നമ്മളെ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതോട് തീർന്നു എന്ന് കരുതരുത്. ഉറ്റവര് മരിച്ചുപോയി, ബന്ധുക്കൾ പ്രിയപ്പെട്ടവര് മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോകുമ്പോ ഞാൻ എത്ര നാള് ദുആരെന്നതാണ്. എന്റെ മോൻ മരിച്ചു, എന്റെ മോള് മരിച്ചു, എന്റെ ഭാര്യ മരിച്ചു, എന്റെ ഭർത്താവ് മരിച്ചു, എന്റെ വാപ്പ മരിച്ചു. ഞാൻ ചോദിക്കാത്ത ചോദ്യങ്ങളില്ല, നേരാത്ത നേർച്ചകളില്ല, കൊടുക്കാത്ത പള്ളികളില്ല, ഇടാത്ത വഞ്ചികളില്ല. എന്നിട്ട് എന്റെ റബ്ബന്റെ ദുആ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പരാതിയും പരിഭവങ്ങളുമായി കഴിയുന്ന നമുക്ക് റസൂലുള്ളാഹിയിൽ മാതൃകയാക്കാൻ പറ്റില്ല. പറ്റണമെങ്കിൽ ലിമങ്കാന യർജുള്ള, പടച്ചവല്ല നല്ല പ്രതീക്ഷ ഉണ്ടാവണം നമുക്ക്. എന്ത് സംഭവിച്ചാലും എന്റെ പടച്ചവൻ എന്നെ കൈയൊഴിയൂല. ഇനി രോഗം വരട്ടെ, ഇനി രോഗം വരട്ടെ. നമുക്കൊരു ചെറിയ പനി വന്നാൽ നമ്മൾ എന്താ പറയുക? പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം അല്ലാഹു കൊടുത്തു. ഞാൻ ചരിത്രം പറയുകയല്ല, ഞാൻ ചരിത്രത്തിന്റെ മുകളിലൂടെ ഇങ്ങനെ ഒന്ന് നടന്നു പോവുകയാണ്, ഒരു ഉപരിപ്ലവം പോലെ. സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ ഉപേക്ഷിച്ചു പോയി, പ്രിയപ്പെട്ട മക്കളെല്ലാം മരിച്ചുപോയി, കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങി, കൃഷിപ്പാടങ്ങളെല്ലാം കൊടുങ്കാറ്റടിച്ച് നശിപ്പിക്കപ്പെട്ടു. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം പിടിപെട്ടു. അവസാനം അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗം അങ്ങോട്ട് മൂർച്ഛിക്കുമ്പോൾ സഹോദരങ്ങളെ, നാവനക്കാൻ മാത്രം അവശേഷിക്കുന്ന ആരോഗ്യം വന്നു. ഇനി അങ്ങോട്ട് ശരീരത്തിന്റെ കൈകാലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നില്ല. അയ്യൂബ് നബിക്ക് തന്റെ നാവ് മാത്രം പൊന്തിക്കാൻ പറ്റുന്ന ഒരു ഘട്ടമുണ്ടായി. വേറെ ശരീരത്തിന്റെ ചലനമെല്ലാം നിശ്ചലമായി. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? റബ്ബി ഇന്നി മസ്സനിയൽ ദുർറു വ അൻത അർഹമുർ റഹീമീൻ. പടച്ചവനെ, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് വന്നു. ഇതാരുടെ പറച്ചില? പരാതിയില്ല, പരിഭവങ്ങളില്ല, പ്രയാസങ്ങളില്ല, നൊമ്പരങ്ങളില്ല, ഒന്നുമില്ല. ഒരാളോടും പകയില്ല, ദേഷ്യമില്ല, ക്രോധമില്ല, കോപമില്ല. അല്ലാഹുവേ, നീ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത്? ഞാൻ നിന്റെ നബിയല്ലേ? ചോദ്യമില്ല. എന്റെ ഭാര്യമാരെന്നെ ഇട്ടിട്ട് പോയല്ലോ തമ്പുരാനെ, പരാതിയില്ല. എന്റെ മക്കളെല്ലാം മരിച്ചല്ലോ, പരാതിയില്ല. എന്റെ കന്നുകാലികളെല്ലാം ചത്തൊടുങ്ങിയല്ലോ, പരിഭവങ്ങളില്ല. എന്റെ കൃഷിപ്പാടം കൊടുങ്കാറ്റടിക്കപ്പെട്ട് നശിപ്പിച്ചല്ലോ, പടച്ചവനെ, പരാതികളില്ല. റബ്ബേ ഇന്നി മസ്സനിയൽ ദുർറു, എനിക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, വ അൻത അർഹമുർ റഹീമീൻ. നീ വല്ലാത്ത കാരുണ്യവാനാ, നീ വല്ലാത്ത കരുണാമയനാ. എനിക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നെങ്കിൽ പോലും നിന്നെ ഞാൻ കുറ്റം പറയില്ല റബ്ബേ. കാരണം നീ കരുണാമയനാണ്, നീ കാരുണ്യത്തിന്റെ കേദാരമാണ്, നീ കാരുണ്യത്തിന്റെ സ്നേഹസാഗരമാണ്. ഇത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് അയ്യൂബ് നബി സംസാരിച്ചപ്പോ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറാതെ അയ്യൂബ് നബി പിടിച്ചു നിന്നപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് എല്ലാ ഭാര്യമാരെയും അല്ല തിരിച്ചു കൊടുക്കുകയാ. മക്കളെ സുന്ദരന്മാരായ മക്കളാക്കി അല്ല തിരിച്ചു കൊടുക്കുകയാണ് വീണ്ടും. അതുപോലെ സമ്പത്ത് അല്ലാഹു വീണ്ടും കൊടുക്കുകയാണ്.
കന്നുകാലികൾ കൃഷിപ്പാടങ്ങൾ അല്ലാഹു തിരിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? പ്രയാസങ്ങളുടെ പ്രളയമുണ്ടായപ്പോൾ, സങ്കടങ്ങളുടെ പെരുമഴ പെയ്തപ്പോഴും, കാർമേഘം കുമിഞ്ഞുകൂടിയപ്പോഴും അതിൽ കർക്കടകം പെയ്യിപ്പിക്കുന്ന എന്റെ പടച്ചവനുണ്ടെന്ന ബോധം അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഹൃദയങ്ങളിൽ വന്നപ്പോ അയ്യൂബ് നബി പറഞ്ഞതെന്താണ്? വഅന്ത അർഹമുർ റാഹിമീൻ. നീ കരുണയുള്ളവനാ പടച്ചോനെ. നമ്മളാണെങ്കിലോ എല്ലാ ഭാര്യയും പോണ്ട, ഒരു ഭാര്യ തന്നെ പോണ്ട, എല്ലാ മക്കളും പോണ്ട, ഒരു കുട്ടിക്കെങ്ങാനും ഒരു അസുഖം വന്നാൽ മതി, പടച്ചോനെ നീ എന്നെ മാത്രം എന്താ അല്ലാഹ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? റബ്ബിന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും നമുക്കില്ല, ഒരു പ്രതീക്ഷയുമില്ല. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, ഒന്ന് ഉണർന്നിരുന്ന് ചിന്തിക്ക്. അവനവനോട് തന്നെ ചോദിച്ചു നോക്ക്. ഒരു ചെറിയ പരീക്ഷണം അല്ലാഹു തന്നാൽ ആ പരീക്ഷണങ്ങളുടെ പേരിൽ നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? എന്നെ മാത്രം എന്തുകൊണ്ടാ പടച്ചോൻ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യമാരിട്ടിട്ട് പോയി, രോഗത്തിന്റെ കാഠിന്യത മൂലം കഷ്ടപ്പെട്ടു, എല്ലാ മക്കളും മരിച്ചു, കൃഷിപ്പാടങ്ങളെല്ലാം കാറ്റടിച്ചിട്ട് വീണ് നിലംപൊത്തി, കന്നുകാലികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും അയ്യൂബ് നബിയുടെ ചരിത്രം പറയുന്നുണ്ട്. അയ്യൂബ് നബിയുടെ ചരിത്രം തോറയിലും ബൈബിളിലും വിശുദ്ധ ഖുർആനിലും പറയുന്നുണ്ട്. ഈ 3 വേദഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷകളുടെ വാചകം എന്താണ്? അന്ത അർഹമുർ റാഹിമീൻ. അല്ലാഹ് നീ കരുണയുള്ളവനാ തമ്പുരാനെ, നീ കരുണാമയനാണ്. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടു അയ്യൂബ് നബിയെ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പറ്റി അള്ളാഹു ഒരൊറ്റ വാക്കിൽ അങ്ങ് ഒതുക്കി, നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ചിന്തിക്ക് സഹോദര, ഒരു ചെറിയ അസുഖം വന്നാൽ നമ്മൾ കുറ്റം പറയരുത് പടച്ചവനെ, അള്ളാഹുവിനെ കുറ്റം പറയരുത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ ഒന്നുകിൽ നമ്മൾക്ക് വിലപ്പെട്ടത് എന്തെങ്കിലും നഷ്ടപ്പെടലാണ്, അവിടെ യാക്കൂബ് നബിയെ മാതൃകയാക്കാം നമുക്ക്, അല്ലെങ്കിൽ കഠിനമായ രോഗം വരലാണ്, അയ്യൂബ് നബിയെ മാതൃകയാക്കാം. ഇനി എല്ലാം പോട്ടെ, നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്. ചില ചെറുപ്പക്കാരെയൊക്കെ നിങ്ങൾ പള്ളിയിൽ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഓ ഞങ്ങളൊക്കെ ഉസ്താദെ നരകത്തിന് വേണ്ടി പടയ്ക്കപ്പെട്ടവരാണ്, ഞങ്ങളെ കഞ്ചാവ് കച്ചവടക്കാരാണ്, MDMA ഉപഭോക്താക്കളാണ്, ഞങ്ങള് കള്ളിന്റെ ആളുകളാണ്, അതുകൊണ്ട് ഞങ്ങളെ ഇനി നോക്കണ്ട, ഞങ്ങൾ ഇതൊക്കെ ചെയ്തു പോയില്ലേ. ചില പെണ്ണുങ്ങളോട് നിങ്ങൾ എന്റെ സ്വലാത്തി അല്ലാത്തത്, നിസ്കരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവരും പറയുന്നത് ഇത് തന്നെയാണ്, ഞങ്ങളൊക്കെ സീരിയലൊക്കെ കണ്ടു, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ മോശമായ രീതിയിൽ ജീവിച്ചു, ഞങ്ങൾ ഇപ്പോഴാണ് ഇച്ചിരി ഔറത്ത് മറയ്ക്കാൻ തുടങ്ങിയത്, പർദ്ദയിടാൻ തുടങ്ങിയത്, ഇതിനു മുമ്പൊക്കെ ഞങ്ങൾ എല്ലാം പിന്നെ ഔറത്ത് ഭംഗിയായി മറയ്ക്കാത്ത വസ്ത്രങ്ങളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞങ്ങളെ കൊണ്ട് ദീനിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളുടെ ജീവിതം തീർന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടവരാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു വ്യക്തിയോളം നമ്മൾ തെറ്റ് ചെയ്തവരല്ല. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ട ചെറുപ്പക്കാര് സഹോദരങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ, MDMA ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ചെറുപ്പക്കാര് വഴിവിട്ട ജീവിതത്തിലൂടെ അപരസഞ്ചാരം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, യുവാക്കളോട്, അനുജന്മാരോട്, ജ്യേഷ്ഠന്മാരോട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനയത്തോടുകൂടി പറയുന്നു, നിങ്ങൾക്ക് റബ്ബിന്റെ കാരുണ്യത്തിൽ ഒരു നിരാശയും വേണ്ട. നിങ്ങൾക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ വന്നോ. മഹാനായ നബി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സങ്കടം സമ്മാനിച്ച, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം സമ്മാനിച്ച സംഭവം ഏതാണ്? ഉമ്മ ആമിന ബീവിയുടെ മരണമല്ല, തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ ചൂടറിയാതെ ജനിച്ച മോന അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട പിതാവ് ആ പ്രിയപ്പെട്ട നബി തങ്ങളുടെ ജനനത്തിന് മുമ്പ് തന്നെ മരണപ്പെട്ടില്ലേ? പ്രിയപ്പെട്ട ഉമ്മ 6-ാം വയസ്സിൽ മരണപ്പെട്ടില്ലേ? അബ്ദുൽ മുത്തലിബ് എന്നവര് വേഗം മരിച്ചില്ലേ? അബൂ താലിബ് എന്നവര് നബിയുടെ 50-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടില്ലേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ 50-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞപ്പം മരണപ്പെട്ടില്ലേ? ഇപ്പോഴൊന്നും തോന്നാത്ത സങ്കടം ഏറ്റവും കൂടുതൽ റസൂലുള്ള സങ്കടപ്പെട്ടത് എപ്പോഴെന്നറിയോ? തന്റെ പൊന്നുമോൻ ഇബ്രാഹിം എന്ന മകനെ മരിക്കുമ്പോ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകിയ പ്രിയപ്പെട്ട പ്രവാചകന്റെ ദുഃഖം, ഇബ്രാഹിം എന്ന മകന്റെ വേർപാടിൽ ദുഃഖിച്ചതിനേക്കാൾ റസൂൽ ദുഃഖിച്ച വേറെ ഒരു സംഭവമുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട പൊന്നുമക്കൾ മരണപ്പെട്ടു പോയത്, ആ മക്കളുടെ മരണത്തിൽ എത്രയാണോ റസൂലുള്ള സങ്കടപ്പെട്ടത്, അതിന്റെ 1000 ഇരട്ടി സങ്കടപ്പെട്ട
ഒരു നിമിഷമേതെന്നറിയോ? ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പ സയ്യിദു ശുഹദാഇ ഹംസത്തുൽ കറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ക്രൂരമായ ഹീനമായ രക്തസാക്ഷിത്വം നേരിട്ട് കണ്ടപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ മുഴുവനും ഛന്നഭിന്നമാക്കി വെട്ടിനുറുക്കുമ്പോ സഹോദരങ്ങളെ കുടൽമാലയെടുത്ത് കഷാരമണിഞ്ഞപ്പോൾ ഷാളണിഞ്ഞപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ തലയോട്ടി വെട്ടിപ്പിളർന്നപ്പോൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മുറിച്ചു മാറ്റുമ്പോ വികൃതമായ ശരീരത്തെ ഉഹദിൽ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് സങ്കടപ്പെട്ടു പോയത്. അങ്ങനെ സങ്കടപ്പെടാൻ കാരണക്കാരനായ തന്റെ കൊച്ചാപ്പ ഹംസത്തുൽ കറാറിനെ സയ്യിദു ശുഹദാ എന്ന പേര് നൽകപ്പെട്ടത് ശുഹദാക്കളുടെ ലീഡറാണ് സ്വർഗത്തില്. ഫലസ്തീന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള് പെടഞ്ഞു മരിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഫലസ്തീന്റെ മക്കളുടെ നേതാവാരാണ്? ഉഹദിന്റെ മൈരിക്കത്തിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവാണ്. ആ ഹംസ റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ ക്രൂരമായ നിലയിൽ കൊല്ലപ്പെടുന്ന സന്ദർഭമുണ്ടല്ലോ. ആ കൊലയാളിയായ വഹ്ശി എന്ന പേരുള്ള വ്യക്തി റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു, നബിയേ, എനിക്ക് മുസ്ലിം ആകാൻ ചാൻസ് ഉണ്ടോ? എനിക്ക് മുസ്ലിം ആകാൻ സാധ്യതയുണ്ടോ? എനിക്ക് മുസ്ലിം ആകാൻ വല്ല അവസരവുമുണ്ടോ എന്ന് ചോദിക്കുന്നു. റസൂലുള്ള പറയുന്നു, വഹ്ശിയോട് മുസ്ലിം ആയിക്കോ, കുഴപ്പമില്ല. പക്ഷേ റസൂലേ, എനിക്ക് ഒരു ആയത്ത് വല്ലാതെ എനിക്ക് പേടിയാണ്. ആ ആയത്ത് കേൾക്കുമ്പോൾ എനിക്ക് ഇസ്ലാമിലേക്ക് വരുന്നതിന് വല്ലാത്ത തടസ്സമാണ്. ഏതായത്താണ്? റസൂലുള്ളാഹിന്റെ മുന്നിലതാ വഹ്ശി എന്ന് പറയുന്ന വ്യക്തി എഴുതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന النفس التي حرم الله إلا بالحق ولا يزنون. സൂറത്തുൽ ഫുർഖാനിലെ ഈ ആയത്ത് എഴുതിയിട്ട് മഹാനായ ഹംസ തങ്ങളുടെ കൊലയാളിയായ വഹ്ശി, ചാട്ടുളി വിദഗ്ധനായ വഹ്ശി മഹാനായ നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, മുസ്ലിമാകാൻ ഈ ആയത്തിനേക്ക് തടസ്സമാണ്. എന്താ ഈ ആയത്തിലെന്നറിയോ? വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹ് അല്ലാത്തവരെ ആരാധിച്ചവര്, വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഒരാളെ അന്യായമായി കൊന്നവര്, വലാ യസ്നൂൻ, വ്യഭിചരിച്ചവര്. വിശ്വാസികളുടെ വിശേഷണങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അല്ലാഹ് പറഞ്ഞതാണ് മറ്റുള്ള ദൈവങ്ങളെ ആരാധിക്കാത്തവർ, അതുപോലെ മറ്റാരെയും കൊല്ലാത്തവർ, വ്യഭിചരിക്കാത്തവർ, അവർക്കാണ് യഥാർത്ഥ അള്ളാഹുവിന്റെ ദാസന്മാരെന്ന് പറയുന്ന ഭാഗത്ത് ഈ ആയത്തിന്റെ 3 ഭാഗങ്ങൾ കണ്ടിട്ട് വഹ്ശി എന്നവര് പറയാണ്, നബിയെ, ഞാൻ എങ്ങനെ മുസ്ലിമാകും? ശ്രദ്ധിക്കണേ. കാരണം ഞാൻ ബഹുദൈവ വിശ്വാസിയാണ്. ഞാൻ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചു. ഞാൻ കൊന്നു അങ്ങയുടെ കൊച്ചാപ്പ ഹംസയെ പോലും ഞാൻ കൊന്നു. ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെ മുസ്ലിമാകും? ഖുർആനിലല്ലേ പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ലെന്ന്? ഞാൻ എങ്ങനെ മുസ്ലിമാകും? അള്ളാന്റെ ഹബീബ് ഉടൻ തന്നെ അടുത്ത ആയത്തിന്റെ ബാക്കി ഭാഗം അങ്ങോട്ട് തിരിച്ചെഴുതി കൊടുത്തു. എന്താ അള്ളാഹ് പറഞ്ഞത്? സങ്കടപ്പെടേണ്ട വഹ്ശി, ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹാ, തൗബ ചെയ്യുകയും പശ്ചാത്തപിക്കുകയും മുഅ്മിനാവുകയും ചെയ്താൽ പ്രശ്നമല്ല. പശ്ചാത്തപിക്കുകയും മുഅ്മിനാവുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ പ്രശ്നമല്ല. വഹ്ശിക്ക് വീണ്ടും വസ്വാസായി. വഹ്ശി വീണ്ടും ചോദിക്കുന്നു, നബിയെ, വിശ്വസിക്കാം ഞാൻ, പശ്ചാത്തപിക്കാം ഞാൻ, പക്ഷെ അമല് സാലിഹാത്തൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെങ്ങനെ ഞാൻ മുസ്ലിമാകും? ആ സമയത്ത് അള്ളാന്റെ ഹബീബ് വീണ്ടും അടുത്ത ആയത്ത് ആ വഹ്ശിക്ക് എഴുതി കൊടുക്കുകയാണ്. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൻ നിസായിലെ ഒരു ആയത്ത് എഴുതി കൊടുക്കുകയാണ്. വഹ്ശിയോട് പറയുന്നു, വഹ്ശി, എന്തിനാ വിഷമിക്കുന്നത്? അല്ലാഹ് പറഞ്ഞല്ലോ, ശിർക്കല്ലാത്തത് എല്ലാം അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ശിർക്കല്ലാത്ത എന്തുണ്ടെങ്കിലും അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. എന്നെ കേൾക്കുന്ന യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കള്ള്, മദ്യം, അതുപോലെ തന്നെ കഞ്ചാവ്,
ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി എന്താകും എൻ്റെ അവസ്ഥ? ആ ഒരു ചിന്ത നിങ്ങൾക്ക് മാറ്റണം, പശ്ചാത്തപിക്കണം എന്ന ബോധമുണ്ടെങ്കിൽ നിങ്ങൾ ആ പശ്ചാത്താപ ബോധമുള്ളവരായി അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് കൈകൾ നീട്ടു. എന്നിട്ട് കുറ്റബോധത്തോടുകൂടി പടച്ചവനോട് ചോദിക്ക്, അള്ളാഹു മാപ്പ് തരും. ഈ ആയത്ത് അങ്ങോട്ട് ഇറക്കി മഹാനായ പ്രവാചകൻ വഹ്ശിക്ക് കത്തെഴുതി കൊടുക്കുന്നു. അള്ളാഹു ലിമൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വഹ്ശിക്ക് വസ്വാസ്. നമ്മളാണെങ്കിൽ ഇയാള് മുസ്ലിമാവണ്ടടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വഴിക്ക് പോയേനെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൻ്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയെ ക്രൂരമായിട്ട് കൊന്നടുക്കിയ ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നബിതങ്ങൾ, അള്ളാഹുവിൻ്റെ ഹബീബ് ഇത്രയും ക്രിയാത്മകമായ ഇടപെടൽ നടത്തിയിട്ട് അദ്ദേഹത്തെ സംസ്കരിച്ച് ഇസ്ലാമിൻ്റെ ഒരു അനുയായിയായി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പാടുപെടുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് വീണ്ടും വഹ്ശിക്ക് കത്തെഴുതുകയാണ്. സൂറത്തു സുമറിലെ ഒരു ആയത്താണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. എന്തിന് നിങ്ങൾ സങ്കടപ്പെടണം? അള്ളാഹു പറയാണ്, എൻ്റെ ദാസന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും എനിക്ക് ഈ ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. പാപങ്ങൾ എത്ര ചെയ്തു പോയാലും, പാപത്തിന്റെ കൂമ്പാരങ്ങൾ ചെയ്തിട്ട് പാപത്തിന്റെ ഒരു വലിയ പാപിയായി, ഏറ്റവും വലിയ കൊടിയ പാപിയായി നമ്മൾ മാറിയാലും പടച്ചവന്റെ മുമ്പിലേക്ക് നമ്മൾ നീട്ടുന്ന കൈകൾ, അള്ളാഹുവെ സംഭവിച്ചു പോയി, എനിക്ക് മാപ്പ് തരണമെന്ന് റബ്ബിന്റെ മുമ്പിൽ കൈകൾ നീട്ടി യാചിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സർവ്വതും പുറത്തു തരും. കാരണം ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹ് പറഞ്ഞ എന്താണ്? അള്ളാഹ് എല്ലാം പുറത്തു തരും. അള്ളാഹ് എല്ലാം പുറത്തു തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും നിങ്ങൾ ദുർവ്യാഖ്യാനം കൊടുക്കുകയും നിങ്ങൾ ഒരിക്കലും ഇതിനെ മിസ്യൂസ് ചെയ്ത് നിങ്ങളിതിനെ ഒരിക്കലും വേറൊരു അർത്ഥത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരരുത്. ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. എത്ര വലിയ പാപം ചെയ്താലും നമ്മൾ വഹ്ശിയോളം പാപം ചെയ്തവരല്ല. നമ്മൾ വഹ്ശിയോളം പാപം ചെയ്തിട്ടില്ല. ചെയ്തോ? വഹ്ശി ആരെ കൊന്നത്? നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ. ഹീനമായ കൊല, ക്രൂരമായ കൊല, ചരിത്രത്തിൽ വിവരണാതീതമായ അതുല്യമായ ഒരു കൊലപാതകം നടത്തി മഹാനായ ഹംസ തങ്ങളെ ക്രൂരമായിട്ട് കൊന്നൊടുക്കി. ആ ഹംസ തങ്ങളെ കൊന്നൊടുക്കിയ ഈ വഹ്ശി നബിതങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയാണ്, എനിക്ക് ചാൻസ് ഉണ്ടോ മുസ്ലിമാകാൻ? നമ്മളാണെങ്കിൽ കേറ് വണ്ടിയിലെന്ന് പറയും, കൊണ്ടുപോകും. പിന്നെ തുടങ്ങിയാൽ ചിങ്ങത്തിലും ഇടിതീരൂല. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹിഷ്ണുതയുടെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ പ്രവാചകൻ, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധയോടെ കേട്ടോളിൻ. പ്രവാചകന്റെ കൊച്ചാപ്പയെ ഇത്രയും ക്രൂരമായിട്ട് വേട്ടയാടിയ ഒരു മനുഷ്യനെ അടുത്തേക്ക് വിളിച്ചിട്ട് നീ മുസ്ലിം ആയിക്കോ എന്നല്ല പറയുന്നത്. ന്യായങ്ങൾ നിരത്തിയിട്ട് എനിക്ക് മുസ്ലിമാകാൻ ഇന്ന കാര്യങ്ങൾ തടസ്സമാണെന്ന് പറഞ്ഞപ്പോ ഓരോ തടസ്സങ്ങളും നീക്കി ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് 2025 സെപ്റ്റംബർ മാസത്തില്, ഈ സെപ്റ്റംബർ മാസം എത്ര തീയതി? 19. ഈ സെപ്റ്റംബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ഈ രാത്രി നിങ്ങൾ ഉഹദിലാണെന്നിരിക്കട്ടെ, മുഴുവൻ പൊട്ടുതൊട്ട അമ്മയുടെ മക്കളും കുരിശുമാല അണിഞ്ഞ മാതാവിന്റെ മക്കളും ഞാൻ ഈ പറയുന്നത് കേൾക്കണം. കൂട്ടത്തില് തട്ടമിട്ട ഉമ്മയുടെ മക്കളും. എന്താണെന്നറിയോ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കൊച്ചാപ്പയെ ഇത്രയും ക്രൂരമായിട്ട് കൊന്നൊടുക്കിയ വഹ്ശി എന്ന് പറയുന്ന ചാട്ടുളി വിദഗ്ധന് അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത പൊതുമാപ്പിന്റെ ഏറ്റവും വലിയ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എന്തെന്നറിയോ? ഇന്ന് സെപ്റ്റംബർ 2025 സെപ്റ്റംബർ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച രാത്രിയിൽ ഇപ്പൊ നിങ്ങളുള്ളത് ഉഹദിലാണെന്നിരിക്കട്ടെ. ആ ഉഹദില് ജബലുർ റുമാത്തിന്റെ താഴെ വളച്ചു കെട്ടിയ പരിശുദ്ധമായ മൈരിക്കത്ത്, ആ മൈരിക്കത്തിന്റെ മധ്യഭാഗത്ത്
ചില മൺകട്ടകൾ കൊണ്ട് വളച്ചു കെട്ടിയ ഒരു ഖബറുണ്ട്. ആ ഖബറാണ് നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംസത്തുൽ ഖറാർ തങ്ങളുടെ ഖബർ. ആ ഖബറിന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് വഹ്ശി എന്ന് ഉറക്കെ ഒന്ന് പറയണം. വഹ്ശി എന്ന് ഉറക്കെ ഒന്ന് പറയണം. ആരാ വഹ്ശി? ഈ കിടക്കുന്ന മനുഷ്യനെ കൊന്ന വഹ്ശി. എങ്ങനെ കൊന്നു? കൈകാലുകൾ മുറിച്ചു, നാവ് പിഴുതു, മൂക്ക് ഛേദിച്ചു, കാത് മുറിച്ചെടുത്തു, കണ്ണ് ചൂഴ്ന്നെടുത്തു, നെഞ്ച് വെട്ടിപ്പിളർന്നു, കുടൽമാലയെടുത്ത് ഹാരമണിഞ്ഞു, തലയോട്ടി പിളർന്നു, തലച്ചോറ് വായിലിട്ട് തുപ്പി, തലചോട്ടിയിൽ കള്ളൊടിച്ചു കുടിച്ച ആ കിരാതമായ കൊല നടത്തിയ വഹ്ശിയുടെ പേര് ആ ഖബർ ഷരീഫിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ ഉറക്കെ പറഞ്ഞാൽ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പറയും റളിയല്ലാഹു അൻഹു. അതാണ് ഇസ്ലാം. അതാണ് ഇസ്ലാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വഹ്ശിയോളം തെറ്റ് ചെയ്ത ആരെങ്കിലും എന്റെ മുമ്പിൽ ഇരിപ്പുണ്ടോ? ആ വഹ്ശി ഒരു സഹാബിയായി. ആ വഹ്ശിക്ക് കാശ് കൊടുത്ത് ഇതൊക്കെ ചെയ്ത ഹിന്ദു എന്ന് പറയുന്ന സ്ത്രീ മുസ്ലിമായി. അല്ലാഹുവിന്റെ റസൂൽ പൊതുമാപ്പ് കൊടുത്തു. എന്നിട്ട് ഇപ്പോഴും ഓരോ വൃത്തികെട്ടവന്മാർ അടച്ചിട്ട കണ്ണാടിക്കൂട്ടിനകത്തിരുന്ന് പറയാണ്, നെതർലാൻഡിലും അവിടെ ഇവിടെയൊക്കെ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നൊരു വൃത്തികെട്ടവനുണ്ട്. അവനൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? റസൂൽ തീവ്രവാദിയാണ് എന്ന്. റസൂൽ തീവ്രവാദിയാണ് എന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് ജുമാ പ്രസംഗത്തിൽ പലരും കേട്ടിട്ടുള്ളവരുണ്ടാകും. ഞാൻ ജുമയ്ക്ക് പറഞ്ഞതിൽ സെയ്ദ് ബിൻ ദസ്ന എന്ന് പറയുന്ന ജൂത പണ്ഡിതന്റെ ചരിത്രം പറഞ്ഞു. നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് കുടുംബത്തെ അധിക്ഷേപിച്ച ജൂത പണ്ഡിതൻ സെയ്ദ് ബിൻ ദസ്ന. സമയമുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് പറയാം. സമയം ഉണ്ടെങ്കിൽ കാരണം വിഷയം വിശാലമാണ്, സമയം പരിമിതമാണ്. അള്ളാഹു നമുക്ക് നമ്മുടെ നായകനെ പറ്റി ഒന്ന് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വഹ്ശിയോളം തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, എത്ര വലിയ തെറ്റ് നിങ്ങൾ ചെയ്താലും ആ ചെയ്ത തെറ്റൊക്കെ റബ്ബിന്റെ മുമ്പിൽ, ഇവിടെ ഇപ്പൊ ഒരാളൊരാളെ കുത്തിയിട്ട് കത്തിയുമായിട്ട് തൊട്ടടുത്ത അയത്തിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലോ അല്ലേ പോയിട്ട് പറയാണ്, ഞാൻ ഒരാളെ കുത്തിയിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. ദുനിയാവില് പ്രതി കുറ്റം സമ്മതിച്ച ശിക്ഷ ഉറപ്പാണ്. എന്നാ റബ്ബിന്റെ മുമ്പിലോ, പടച്ചോനെ ഞാൻ ചെയ്തു പോയി, അള്ളാഹ് ഞാൻ ചെയ്തു പോയി, കയ്യബദ്ധം. അള്ളാന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ രക്ഷ ഉറപ്പാണ്. ദുനിയാവിൽ ഏറ്റു പറഞ്ഞ ശിക്ഷ ഉറപ്പാണ്. അള്ളാന്റെ മുമ്പിലോ രക്ഷ ഉറപ്പാണ്. മാത്രമല്ല, നമ്മൾ കേട്ടിട്ടില്ലേ, പട്ടിയെ പേടിയുള്ള ആളുകൾ എന്താ ചെയ്യുക? പട്ടിയെ കാണുമ്പോഴും, പാമ്പിനെ പേടിയുള്ളവർ പാമ്പിനെ കാണുമ്പോഴും, ആനയെ പേടിയുള്ളവർ ആനയെ കാണുമ്പോഴും, അള്ളാഹെ പേടിയുള്ളവന് അള്ളാഹെ കാണുമ്പോടണോ? അല്ല, വേറെ എല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് ഓടലാണ്. അള്ളാഹെ പേടിയുള്ളവൻ അള്ളാഹുവിലേക്ക് ഓടലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എത്ര വലിയ മഹാപാതകം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും സ്നേഹത്തോടെ എൻ്റെ യുവതലമുറയോട് പറയുകയാണ്, കഠിനമായ പരീക്ഷണങ്ങളിലൂടെ ഇസ്ലാം മുന്നോട്ട് പോകുമ്പോൾ നാല് ഭാഗത്തും ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുകയും കുഞ്ഞുമക്കൾ ചുട്ടരിക്കപ്പെടുകയും ഫലസ്തീനിൽ അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ചു ജീവിക്കാനും ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനുയായിയാകാനുള്ള ഭാഗ്യം കിട്ടിയ എൻ്റെ പ്രിയപ്പെട്ട യുവതലമുറ പാപത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാതെ ചെയ്തു പോയ ഏതെങ്കിലും പാപങ്ങളുടെ പേരിൽ ഒരിക്കലും പരാതി പറഞ്ഞ് പിന്തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. മറിച്ച് മുന്നോട്ട് വാ. എന്നിട്ട് റബ്ബിനോട് പറ, അള്ളാഹുവെ സംഭവിച്ചു പോയി, ഇനി എത്ര നാൾ? ഇപ്പൊ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ജഅഫർ അലി ദാരിമി, ഒരു വലിയ മഹാപണ്ഡിതൻ, നല്ലൊരു മനുഷ്യനാണ്. ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ നാട്ടില് എടപ്പാളിൽ ഞാൻ പ്രസംഗത്തിന് പോയിട്ടുണ്ട്. 4 സുന്നി പണ്ഡിതന്മാരെ നിരത്തിക്കൊണ്ട് ജാമിഅ അൻവാറുശ്ശേരിയിൽ നടന്ന ഒരു വലിയ സന്നദ്ധാന സമ്മേളനത്തിൽ ഈ വിനീതൻ ചെയർമാനായിരുന്നു. ആ സമ്മേളനത്തിൽ പ്രോഗ്രാമിൽ അദ്ദേഹം ഏറ്റവും അവസാനം ആ അൻവാറുശ്ശേരിയിൽ നിന്ന് പോയത് ജഅഫർ അലി ദാരിമിയാണ്. അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് 1 മാസം തികഞ്ഞു. അദ്ദേഹത്തിന് ഒരു ഫിക്സ് വന്നു. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുന്നു. ആ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ 1 മാസം മാത്രം ജീവിച്ച ഭാര്യ വിധവയായി ഇരിക്കുന്നു. ഇത്രയുള്ളൂ മനുഷ്യൻ.
ഞാൻ കർണാടകയിൽ കഴിഞ്ഞ നബിദിന സമ്മേളനത്തിന് കർണാടകയിൽ സുള്ളിയ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന സമ്മേളനം മീലാദ് സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. സുള്ളിയ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച മീലാദ് സംഗമത്തിൽ ഞാൻ മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു 15 മിനിറ്റ് പ്രസംഗിക്കേണ്ട വ്യക്തി കാസർഗോഡ് ജില്ലക്കാരനായ ഒരു മതപണ്ഡിതനാണ്. അദ്ദേഹവും എനിക്ക് മുമ്പ് പരിചയമുള്ള ആളാണ്. അദ്ദേഹം സ്റ്റേജിൽ വന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റു. മൈക്കിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം നല്ല ചടുലമായ വാക്കുകൾ കൊണ്ട് പ്രഭാഷണം നടത്തുന്ന ഒരു നല്ല വാഗ്മി, നല്ല പ്രഭാഷകൻ. പക്ഷെ അദ്ദേഹത്തിന് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹം ഖുർആൻ ആയത്ത് തെറ്റായിട്ട് ഓതുകയാണ്. അദ്ദേഹം പല ആവർത്തി ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഓതാൻ ശ്രമിക്കുന്നു, കിട്ടുന്നില്ല അദ്ദേഹത്തിന്. അദ്ദേഹം സ്ഥിരമായി ഓതി പ്രസംഗിക്കുന്ന ആയത്ത്, പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ആ ആയത്ത് ഇങ്ങനെ പലവട്ടം അദ്ദേഹം ഓതാൻ ശ്രമിക്കുന്നു. ഞാനിങ്ങനെ സദസ്സിൽ അത്ഭുതപ്പെട്ട് ഇങ്ങനെ അദ്ദേഹത്തെ നോക്കിയിരുന്നു. അദ്ദേഹം ഇങ്ങനെ ആയത്ത് തെറ്റുന്നു, വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നു, വീണ്ടും ഓതുന്നു, തെറ്റുന്നു. അവസാനം അദ്ദേഹത്തിന്റെ ആ അവസ്ഥയുടെ പിന്നിൽ പ്രവർത്തിച്ച കാര്യം പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ട് ഇന്ന് 5 ദിവസമേ ആയിട്ടുള്ളൂ. എൻ്റെ ഭാര്യ വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞിരുന്ന കേവലം 37 വയസ്സ് മാത്രമുള്ള ആ പ്രിയപ്പെട്ട സഹോദരി പെട്ടെന്നൊരു അസുഖം വരുന്നു, മരിക്കുന്നു. ആ സഹോദരിയുടെ മരണം 5 ദിവസമേ ആയിട്ടുള്ളൂ. ഞാൻ ഈ പരിപാടിക്ക് വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഈ മീലാദ് പരിപാടിയും നബിതങ്ങളുടെ പരിപാടിയും ആയതുകൊണ്ടും ഇരിക്കുന്ന ഇത്രയും ആളുകളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാമല്ലോ എന്ന് കരുതി വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ചു പോയി. ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് മക്കൾ അവിടെ ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലം, ഇനി കുറഞ്ഞ കസേരകൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇട്ട കസേരകളൊക്കെ സ്ത്രീകളുടെ ഭാഗത്ത് ഫുള്ളായിട്ട് കസേര അങ്ങോട്ട് കൊണ്ടുപോയതാണ്. ആ നിൽക്കുന്ന കുഞ്ഞുമക്കളൊക്കെ ഇങ്ങോട്ട് കയറിയ ആ കുഞ്ഞുമക്കളൊക്കെ ഇങ്ങോട്ട് പോവാ. ഇത് ഇൽമിന്റെ തോട്ടമാണ്, ഇത് ഇൽമിന്റെ മജ്ലിസാണ്. ഇവിടെ ഇരുന്നാ നമ്മൾ രക്ഷപ്പെടും. മക്കൾ അങ്ങ് വന്നേ, അവിടെ നിൽക്കുന്ന എല്ലാവരും ഇങ്ങ് വന്നേക്ക്, അവിടെ നിൽക്കുന്ന എല്ലാവരും ഇങ്ങ് വാ. അവർ റീൽസും മറ്റു കാര്യങ്ങളിലൊക്കെയാണ്, അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ആ നിൽക്കുന്ന മക്കളൊക്കെ ഇവിടെ വരണം. കാരണം അള്ളാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉദ്ഘാടന പ്രഭാഷകൻ പറഞ്ഞതുപോലെ കുഞ്ഞുമക്കളാണ്, കുഞ്ഞുകുട്ടികളാണ് അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ പോകുന്ന വാഹനങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാതെ ആ നിൽക്കുന്ന ചെറുപ്പക്കാരെ, സംഘാടകര് ആ കുട്ടികളെ ഒക്കെ ഈ ഒഴിഞ്ഞ കസേരയിൽ കൊണ്ടിരുത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു നിലയിലുള്ള പരീക്ഷണങ്ങളെ നേരിടുമ്പോഴുള്ള യാതൊരു നിലയിലുള്ള നിരാശയും നമുക്ക് വേണ്ട. എത്ര വലിയ കഠിനമായ പാപങ്ങൾ ചെയ്താലും എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. എന്റെ റബ്ബ് ട്രംപിനെ പോലെ ഭീകരനല്ല. എന്റെ പടച്ചവൻ ബെന്യാമിൻ നെതന്യാഹു എന്ന ചെന്നായയെ പോലെ ക്രൂരനല്ല. ആ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ പടച്ചവനോട് പറ, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല തമ്പുരാനെ, ആ ഒരു നിലയിൽ എന്നെ നീ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി ഇനി ജീവിക്കുക, എത്ര നാൾ ജീവിക്കും? ചെറിയ മക്കൾ ഇപ്പോൾ നടക്കുന്ന അപകട മരണങ്ങളെടുത്ത് പരിശോധിച്ചാൽ, ഇപ്പോൾ നടക്കുന്ന വാഹന അപകടങ്ങളെടുത്ത് പരിശോധിച്ചാൽ അധികവും ചെറുപ്പക്കാരാണ്. പെട്ടെന്ന് ചെറുപ്പക്കാർ മരിക്കുന്നു. മോനെ, ജീവിതത്തിൽ ഇത്രയുമൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചും രസിച്ചും രമിച്ചും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയില്ലേ? ഇത്രയും ഒരുപാട് ഓടിച്ചാടി നടന്നില്ലേ? ഇനി കുറഞ്ഞ ആയുസ് അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ കഴിയണം. അതുകൊണ്ട് എത്ര വലിയ പാപം ചെയ്താലും എൻ്റെ റബ്ബ് എനിക്ക് പുറത്തു തരാതിരിക്കില്ല. ആ ഒരു പ്രതീക്ഷ, റജാ. അല്ലെങ്കിൽ രോഗം വന്നാൽ എൻ്റെ റബ്ബ് എനിക്ക് മാറ്റിത്തരും. എൻ്റെ പടച്ചോറിയാതെ ഒരു രോഗം എനിക്ക് വരൂല. അത് ക്യാൻസർ ആയാലും ട്യൂമർ ആയാലും ആ ഒരു ഉറച്ച വിശ്വാസം, പ്രതീക്ഷ. ഏതുറ്റവരും ഉടയവരും വിലപിടിപ്പുള്ള എന്ത് നഷ്ടപ്പെട്ടാലും ഇല്ല, ഇതിനധികമായി ഇതിന് പകരമായി എനിക്ക് പടച്ചവൻ തരുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ടായാൽ ലിമൻ കാന ആർക്കാണോ റസൂലുള്ളാഹിയിലെ മാതൃകയാകാൻ കഴിയുക, ആർക്കാണോ ഹബീബായ പ്രവാചകനെ പിൻപറ്റാൻ സാധിക്കുക, അവർ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാ, അവർ പടച്ചവനിൽ പ്രതീക്ഷയുള്ളവരാ. ഏത് ഉറ്റവരും ഉടയവരും വിലപിടിപ്പുള്ളത് നഷ്ടപ്പെട്ടാലും ഇല്ല, എനിക്ക് റബ്ബ് തിരിച്ചു തരും ഇതിനേക്കാൾ ഉത്തമമായത് എന്ന് ചിന്തിക്കുന്നവരാ. രോഗം വരുമ്പോ എൻ്റെ പടച്ചവനറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല. കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലും
കുടിനീര് കൊടുക്കുന്ന പടച്ച റബ്ബാ, മരുപ്പച്ചേകലയായ മരുഭൂമിയുടെ മാറിടത്തിൽ തള്ളക്കോഴി, അന്ധയായ തള്ളപ്പക്ഷിയുടെ വായിലേക്ക് പറന്നു വന്ന ചെറിയ പക്ഷിയുടെ തുണ്ടിൽ നിന്ന് കൊത്തിക്കൊടുത്ത ഭക്ഷണം കഴിപ്പിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്താ. അതുകൊണ്ട് എന്നെ പടച്ചോനെ കൈവിടില്ലെന്ന ചിന്തയുണ്ടാകണം. എത്ര വലിയ മഹാപാപിയായി പോയാലും എൻ്റെ പടച്ചോൻ എന്നെ പരീക്ഷിക്കും, എൻ്റെ റബ്ബെന്നെ പരീക്ഷിക്കും. എൻ്റെ പടച്ചതമ്പുരാന്റെ മുമ്പിൽ എനിക്ക് പശ്ചാത്തപിച്ചു മടങ്ങണമെന്ന ചിന്തയോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂമ്പാരമായി ചെയ്തു പോയ അപരാധങ്ങളുടെ കെട്ടുപൊട്ടിച്ച് അള്ളാഹുവേ പുറത്തു തരണേ എന്ന് പശ്ചാത്തപിക്കുന്നവരാ. പെങ്ങളെ, എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു നമുക്ക് പൊറുക്കാതിരിക്കൂല. കാരുണ്യമുള്ള പടച്ചവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറ്റിയിട്ട് അവൻ തന്നെ പറഞ്ഞത്, റഹ്മത്തി വസിഅത്ത് കുല്ല ശൈ. എൻ്റെ കരുണയാണ് എല്ലാത്തിനെയും വിഴുങ്ങുന്നത്. എൻ്റെ കരുണയാണ് ലോകത്തെല്ലാത്തിനേക്കാളും വ്യാപിച്ചിട്ടുള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് പ്രകാശമല്ല, ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇരുളല്ല, ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് കുളിരല്ല, ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് തണുപ്പല്ല, ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ചൂടല്ല, ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് പ്രിയപ്പെട്ടവരെ വായുമണ്ഡലങ്ങളല്ല. ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? അല്ലാഹു തന്നെ പറഞ്ഞു, റഹ്മത്തി വസിഅത്ത് കുല്ല ശൈ. എല്ലാത്തിനേക്കാളും വലുതാണ് എൻ്റെ കരുണ എന്ന് പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങള്, ഇന്നലെ വരെ ചെയ്തത് പോട്ടെ, ഇന്ന് മഗ്രിബ് വരെ ചെയ്തത് പോട്ടെ, ഇനി എത്ര നാൾ ജീവിക്കാനാ? റസൂലുള്ളാഹിന്റെ 1.5 സഹസ്രാബ്ദം എത്തി നിൽക്കുന്ന തിരുപ്പിറവിയുടെ പരിശുദ്ധമായ താഹാമുക്കില് ഈ മീലാദ് പരിപാടിയിൽ വെച്ച് നമുക്ക് പ്രതിജ്ഞ എടുക്കാം. എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഹൃദയത്തിലെ രാജകുമാരനായി, എൻ്റെ പടച്ചതമ്പുരാൻ എൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് എല്ലാ തിന്മകളോടും പോരാടി ഞാൻ അതിൽ നിന്ന് പടിയിറങ്ങുകയാണ്. എന്നിട്ട് സഹോദരങ്ങളെ, പടച്ചവനിൽ നല്ല ശുഭപ്രതീക്ഷയോടെ ജീവിച്ചാൽ അല്ലാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വാ. നിങ്ങൾക്ക് മുത്തുനബിയിൽ മാതൃകയുണ്ട്. ഇനി ചുരുക്കി പറയാൻ, രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, രണ്ടാമതായി ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ക്വാളിറ്റി, ഒന്ന് അല്ലാഹുവിൽ നല്ല പ്രതീക്ഷ, രണ്ട് ഇതൊക്കെ പാലിച്ചാലേ നബിതങ്ങൾക്ക് നമുക്ക് അല്ലാതെ നബിയുടെ സ്നേഹമുണ്ട്. അൽഹംദുലില്ലാഹ്, ചോദിച്ചാൽ പൈസ തരും, മൃഗത്തെ ചോദിച്ചാൽ മൃഗം കൊടുക്കും, കിൻഡൽ അരി ചോദിച്ചാൽ അത് കൊടുക്കും, അതുപോലെ തന്നെ നേർച്ചയ്ക്ക് എന്ത് ചോദിച്ചാൽ അത് കൊടുക്കും, നബിദിനത്തിന്റെ റാലിയിൽ വരും, മുസ്ലിമാണ്, നബിയെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ പോയി അവനെ തന്തയ്ക്ക് വിളിക്കും. അതൊക്കെ നടക്കുന്നുണ്ട്, എല്ലാം ഓക്കെ, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ജീവിതത്തിൽ നിനക്ക് സുന്നത്ത് തട്ടപ്പെട്ടു പോയോ? എന്താ കാരണം? ഒന്നുകിൽ നിനക്ക് അല്ലാഹുവിൽ പ്രതീക്ഷയില്ല. ഇനി 2, 3 ഉണ്ട്, കേട്ടോളി. 2, 3. രണ്ടാമത്തേത്, സുന്നത്ത് മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. മരിക്കുന്ന സമയത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് 90 ദിവസങ്ങൾക്ക് മുമ്പ് ഭാര്യ മരിച്ചു. പ്ലേഗ് രോഗമായിരുന്നു മുആദ് ബിൻ ജബൽ തങ്ങളെ. പ്ലേഗ് രോഗം പിടിപെട്ട് മുആദ് ബിൻ ജബൽ തങ്ങളുടെ ഭാര്യ മരിച്ചു. 90 ദിവസമായി. മുആദ് ബിൻ ജബൽ തങ്ങൾക്കും അതേ രോഗം. അവസാനം മരണക്കിടക്കയിലാണ്. മരണക്കിടക്കയിൽ മുആദ് തങ്ങൾ കിടക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ആള് വന്നു. സാധാരണ ഉള്ളതുപോലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന ആളുകളൊക്കെ രോഗവിവരങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന പതിവുണ്ട്. സഹാബാക്കൾ വന്നിട്ട് മുആദ് ബിൻ ജബൽ തങ്ങളുടെ രോഗവിവരം അറിയാൻ വേണ്ടി വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. മുആദ് തങ്ങളോട് ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? മുആദ് തങ്ങൾ പറഞ്ഞു, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണ്? ഒരു കല്യാണം കഴിച്ചെങ്കിൽ കൊള്ളാം. താഹാമുക്കിൽ ഒരാൾ സുഖമില്ലെന്നറിഞ്ഞു. ഭാര്യ 90 മരിച്ചിട്ട്. അപ്പോ ഉസ്താദിനെയും കമ്മിറ്റിക്കാരെയും കൂട്ടിയിട്ട് നേരെ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് ചെന്നു. സലാമൊക്കെ പറഞ്ഞ് അകത്ത് കയറിയിരുന്നു. കിടക്കുകയാണ്, എണീറ്റിരിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. അസ്റായീൽ ഏകദേശം അടുത്തെത്താറായി. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നു, മാമ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, വല്ല കൊതിയുണ്ടോ? ചോദിച്ചത് വല്ല ഷവർമേ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കഴിക്കാനുള്ള കൊതിയാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കല്യാണം കൂടെ കഴിച്ചെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, ഇയാൾക്ക് മറ്റേ അസുഖമാണ്, വേറൊന്നും അല്ലാന്ന് പറയും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി കിടക്കുമ്പോൾ 90 ദിവസം മുമ്പ് പ്ലേഗ് രോഗം പിടിപെട്ട് താഊൻ പിടിപെട്ട് ഭാര്യ മരിച്ചു.
ആ രോഗം തനിക്ക് പിടിച്ചിട്ട് മരണക്കിടക്കയിൽ കിടക്കുന്ന മുആദ് ബിൻ ജബൽ തങ്ങളുടെ സമീപത്തെത്തിയ പ്രിയപ്പെട്ടവരോട് പറയുന്നു, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒരു കല്യാണം കഴിക്കണം. അപ്പൊ അവരൊക്കെ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പൊ മുആദ് തങ്ങൾ പറഞ്ഞു, ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസ്ബാ, വിഭാര്യനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ റസൂലുള്ളാന്റെ ഒരു സുന്നത്തില്ലാതെ എനിക്ക് അള്ളാഹിന്റെ അടുത്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. ആ സുന്നത്ത് ഏതാ? ഞാൻ മരിക്കുമ്പോൾ എനിക്കൊരു ഭാര്യ നിലവിലൂടെ വേണം. ആ ഒരു സുന്നത്തില്ലാതെ ഞാൻ പോകുന്നത്, എൻ്റെ ഭാര്യ ഇല്ലാതെ ഞാൻ മരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ ഒരു പെണ്ണില്ലാതിരിക്കൽ എനിക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുന്നതിന് നാണക്കേടാ. എൻ്റെ റസൂലുള്ളാന്റെ ഒരു സുന്നത്തില്ലാതെ ചെന്നല്ലോ എന്ന ഒരു ലജ്ജ എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊന്ന് നിക്കാഹ് കഴിപ്പിച്ച് തരിക, ഉടനെ മരിച്ചോട്ടെ, അപ്പോൾ സമാധാനമുണ്ട്, ഒരു സുന്നത്ത് മുറുകെ പിടിച്ചല്ലോ. അങ്ങനെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന നമ്മളിലാരാ? ഇത് പണ്ടാരോ പറഞ്ഞതുപോലെ ചാന്തപ്പനെന്ത് മാഴ്സറ, പോത്തിനെന്ത് ഏത്തവാഴ. അത് അമ്മക്ക് വല്ല ഗുണമുണ്ടോ? അമ്മക്കിത് ആരാ? പ്രസംഗിക്കുന്നോ നന്നാവുന്നുണ്ടോ? പ്രസംഗിപ്പിച്ചോ നന്നായോ? കേട്ടോ നന്നായോ? ഒരു ചടങ്ങ് മാത്രം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗം അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി അല്ല പറഞ്ഞത്, അള്ളാഹുവിന് നല്ല പ്രതീക്ഷ വേണം. 2, സഹോദരങ്ങളെ, ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, വൽ യൗമൽ ആഖിരി, പരലോകത്തിൽ പ്രതീക്ഷയുള്ളവനാണ്. കടയിലേക്ക് പോകുന്ന തൊഴിലാളിയാണ്. മുതലാളി വരുന്നതിന് അരമണിക്കൂർ മുമ്പ് തൊഴിലാളിയായ താൻ കടയിലെത്തണം. എന്നിട്ട് ഷട്ടർ തുറക്കണം, എന്നിട്ട് സാധന സാമഗ്രികൾ പുറത്തു വെക്കണം, എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. തന്നെ ഏൽപ്പിച്ച അമാനത്താണത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അതാ തലേ ദിവസം മുതലാളി മറന്നു വെച്ചുപോയ ഒരു നോട്ടുകെട്ട് കണ്ടു. ആ സമയത്ത് നീ ഒരു തൊഴിലാളിയാണ്, CCTV ക്യാമറയൊന്നുമില്ല. ആ സമയത്ത് നിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് റസൂലുള്ളാഹി ഓടി വരണം. ഏത് റസൂലുള്ളാഹ്? ഇതുപോലെ അരച്ചാൻ വയറിന് വേണ്ടിയിട്ട് അറബികളുടെ ആട്ടിൻപറ്റങ്ങളെ മക്കയുടെ തിരുവീതികളിൽ മേച്ച് നടന്ന അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, കഴിക്കാനൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ അല്പം ഗോതമ്പ് കഞ്ഞിക്ക് വേണ്ടിയിട്ട്, അല്പം ഗോതമ്പ് റൊട്ടിക്ക് വേണ്ടിയിട്ട് അറബികളുടെ ആട്ടിൻപറ്റങ്ങളെ മേച്ചുകൊണ്ട് അജിയാദിലൂടെ നടന്നുപോയ മുത്തുനബിയേ, അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, പിൽക്കാലത്ത് പട്ടിണിയുടെ പരിവട്ടത്തിന്റെ നാളുകളിൽ സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ കാട്ടിൽ പോയി കായ്ക്കനികൾ പറിച്ച് തിന്നുകയാണെങ്കിൽ അറാക്ക് മരത്തിന്റെ കറുത്ത കായ്ക്കൾ നല്ലതാ. ഏറ്റവും വലിയ പട്ടിണി പേക്കോലങ്ങൾക്ക് മാത്രം പരിചയമുള്ള കായ്ക്കനികളെ പറ്റി നബിയെ അങ്ങക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്ന സഹാബത്തിനോട് അള്ളാന്റെ മുത്തു പറഞ്ഞതെന്തെന്നറിയോ? പട്ടിണിയുടെ നാളുകളില് ഞാൻ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുമ്പോൾ വിശപ്പിന്റെ കാഠിന്യം മൂലം നിവർന്ന് നിൽക്കാൻ ഈ അറാക്ക് മരത്തിന്റെ കറുത്ത കായ്ക്കൾ പറിച്ച് തിന്നിട്ടുണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട താഹാമുക്കിലെ സഹോദരി സഹോദരന്മാരെ, പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും നാളുകളിൽ റസൂലുള്ള എന്ന ഒരു തൊഴിലാളി എങ്ങനാണോ ഇടപെട്ടത്, ആ ചിന്ത എന്റെ തൊഴിലാളിയായ സെർവന്റായ കടയിലെ സെയിൽസ്മാനായ പൊന്നു സഹോദര നിന്റെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ ആ മുതലാളിയുടെ നോട്ടുകെട്ട് നീ കണ്ണു വെക്കൂല. അവിടെ കാരണം നിന്റെ റസൂലുള്ള കടന്നു വന്നിരിക്കുകയാ. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അടുക്കലേക്ക് കടന്നു പോകുമ്പോ, പ്രിയപ്പെട്ട ഭാര്യയെ സമീപിക്കുന്ന സമയത്ത് നിന്റെ ഭാര്യയിൽ നിന്ന് ഏതെല്ലാം ദുസ്വഭാവങ്ങൾ നിനക്ക് കാണേണ്ടി വന്നാൽ ആ സമയത്തതാ നിന്റെ മസ്തിഷ്കത്തിൽ മുഹമ്മദ് റസൂലുള്ള കടന്നു വരികയാ. വഫാത്തിൽ മുസ്തഫ ഖുയ്യിർന ഫഖ്തറന നബിയൽ മുഖ്തഫ
ആയിഷത്തുൻ വഹഫ്സത്തുൻ വസൗദാ സഫിയ്യത്തും മൈമൂനത്തുൻ വറംലാ ഹിന്ദുൻ വസൈനബുൻ കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർളിയാ. നബിതങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഖദീജ ബീവി മുതൽ സയ്യിദത്തുനാ ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ വരെയുള്ള പ്രായം കൂടിയതും കുറഞ്ഞതുമായ പ്രിയപ്പെട്ട ഭാര്യമാര് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാതൃകാ ജീവിതത്തിലോട്ട് കടന്നു വന്നപ്പോ എൻ്റെ റസൂൽ എങ്ങനാണോ ഭാര്യമാരോട് ഇടപെട്ടത് അങ്ങനെ വേണം ഞാൻ എൻ്റെ ഭാര്യയോട് ഇടപെടാനെന്ന ചിന്ത കടന്നു വരുമ്പോഴാണ് റസൂലുള്ള നീ എന്ന ഭർത്താവിൽ ജീവിച്ചിരിക്കുന്നത്. നിനക്ക് റസൂലുള്ളാഹി എന്ന ഭർത്താവിൽ മാതൃകയുണ്ടാകുന്നത് എപ്പോഴാണ്? നീ എങ്ങനാണോ ഒരു പഞ്ചായത്ത് മെമ്പറാകുന്നത്, എപ്പോഴാണോ മഹല്ല് പ്രസിഡന്റ് ആകുന്നത്, എപ്പോഴാണോ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകുന്നത്, എപ്പോഴാണോ പൊന്നുമോനെ നിന്റെ ജീവിതത്തിൽ നീ ഒരു മുതലാളിയായി അല്ലെങ്കിൽ ഒരു അധികാരിയായി മാറുന്നത്, ആ സമയത്ത് നിന്റെ ജീവിതത്തിൽ കടന്നു വരണം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കുക. ആ സമയത്താണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെ ഇടപെട്ടിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അള്ളാന്റെ ഹബീബിൽ നിനക്ക് മാതൃകയുണ്ട്. നിനക്ക് അള്ളാഹുവിന്റെ റസൂലിൽ അപ്പോഴാണ് മാതൃക വരിക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നമ്മുടെ മാതൃകാ പുരുഷനായി കടന്നു വരുന്നതിന് രണ്ടാമത് നിനക്കുണ്ടാകേണ്ട ക്വാളിറ്റി വൽ ആഖിറ, പടച്ച തമ്പുരാന്റെ പരലോകത്തെ പറ്റി ഓർമ്മ വേണം.